നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ക്രിസ്മസ് ഗാനം ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് സൈലന്റ് നൈറ്റ്സ്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും പാടുന്ന ഒരു പാട്ടാണ് സൈലന്റ് നൈറ്റ്സ്. ഇത് സി മേജറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സി മേജറിൽ. അപ്പൊ സി മേജറിൽ നിങ്ങളിത് വായിക്കുക. വളരെ സിമ്പിളാണ്. ഇത് സി മേജർ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. സി മേജർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് മാത്രം ക്ലാസ് വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് പോകാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. സി മേജർ എന്ന് പറയുന്നത് നമ്മൾ ജി മേജർ ഇപ്പൊ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ജി മേജർ പോലെ തന്നെ ശ്രദ്ധിക്കാം. ജി മേജറിനുമായിട്ടൊന്നും നിങ്ങൾ ബന്ധപ്പെടുത്തണ്ട. എന്നാലും സി മേജർ തുടങ്ങുമ്പോൾ നമ്മുടെ ഫോർത്ത് സ്ട്രിങ്ങിലെ ജി ആണോ, ഫോർത്ത് സ്ട്രിങ്ങിലെ ജി ഉണ്ടല്ലോ, ജി സ്ട്രിങ്, ഇതാണ് സി. ജി സി, ഈ സിയിൽ നിന്ന് തുടങ്ങണം. സി ഡി ഇയോടെ ചേർത്താണ് എഫ് വരുന്നത്. തൊട്ടപ്പുറത്ത് ജി ആണ്. ജി എ ബി സി, കണ്ടോ? ഇതാണ് സി മേജർ സ്കെയില്. തിരിച്ചതുപോലെ പാ. പ്രാക്ടീസ് ചെയ്യാം. ഇനി ഈ സിയിൽ നിന്നും അടുത്ത സിയിലോട്ട് എങ്ങനെ പാം? സി ഡി ഇ, എഫ് ഇയോടെ ചേർത്ത് വെക്കണം. കാരണം ഇവിടുത്തെ ഇയോടെ ചേർത്തായിരുന്നു എഫ്. നാച്ചുറൽ ആണ് എഫ്. ജി സാധാരണ ജി. ജി എ ഷിഫ്റ്റിംഗ്, എ ഷിഫ്റ്റിംഗ് എ. അടുത്ത ബി, ബിയോടെ ചേർത്ത് സി. എങ്ങനെ നോക്കാം? തിരിച്ചതുപോലെ വരാം. കൊണ്ടുവന്ന് സി നിർത്തുക. എന്ത് വായിച്ചാലും സി കൊണ്ട് നിർത്തുക കേട്ടോ. അപ്പൊ ഇതാണ് സി മേജർ സ്കെയിൽ. സൈലന്റ് നൈറ്റ്സ് തുടങ്ങുന്നതിന്റെ ഒരു ആദ്യത്തെ ഒരു ഭാഗമുണ്ട്. ലാ 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 ലാ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും സൈലന്റ് തുടങ്ങുന്നത്. എന്നിട്ടാണ് സോ സൈലന്റ് ഹോളി നൈറ്റ് ഇങ്ങനെ തുടങ്ങും. അപ്പൊ ആദ്യം എങ്ങനെയാണ്? സി ജി ഇ ജി എഫ് ഡി സി. ഞാൻ മേളിൽ വായിച്ചു നോക്കിച്ചു സി. ഇതാണ് സി. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇതിന്റെ താളം എന്ന് പറയുന്നത് 3/4 ആണ്. ഒരു ബാറിൽ 3 ബീറ്റ്. 1 2 3 1 2 3 ടാ 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 ടാ. സൈലന്റ് 1 2 3 1 2 3 1 2 3. ഇതാണ് നമ്മുടെ ഇതിന്റെ താളം. പക്ഷെ നമുക്ക് ഇച്ചിരി ടെമ്പോ കുറച്ച് വായിക്കുന്നതാണ് അല്ലെങ്കിൽ പാടുന്നതാണ് ഈ പാട്ടിന് കേൾക്കാൻ ഇമ്പകരം. അപ്പൊ ആദ്യം സി ജി, അടുത്ത ജി എഫ് ഡി സി. സി എത്രയുണ്ടെന്ന് അറിയാമോ? 1 2 3 1 2 3. 2 ബാർ ഉണ്ട്. 1 2 3 1 2 3. ഇപ്പൊ ശ്രദ്ധിക്കാം. അത് ഒരു സ്ലെയറിങ് കൊടുത്തിട്ടുണ്ട്. സ്ലെയറിങ് നോക്കാം. കിട്ടിക്കാണോ? ഒന്നുകൂടി വായിക്കാം. ഒരിക്കൽ ആദ്യത്തെ സി ജി ഇ അല്ലെങ്കിൽ സി ജി ഇ എന്ന് വായിക്കാം.
ഇത് നമുക്ക് ഓരോ പോയിട്ട് വായിക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണം നമുക്ക് സ്ലെയർ ചെയ്ത് വായിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഭംഗിയായി വായിക്കാം. സൈലന്റ് ആയിട്ടുള്ള സ്വഭാവം. സൈലന്റ് ആയിട്ട് തുടങ്ങുന്നത് നമുക്ക് ബേസിൽ തുടങ്ങാം. ബേസിലെ ജി, ജി എ ജി ഇ. ജി എന്ന് പറയുന്നത് തേർഡ് സ്ട്രിംഗിലെ ജി. ജി എ ജി. എ എന്ന് പറയുന്നത് ഓപ്പൺ വായിക്കാം, അല്ലെങ്കിൽ ഫോർത്ത് ഫിംഗർ എടുക്കാം. അങ്ങനെ എടുക്കാം. രണ്ട് പ്രാവശ്യം ഒരേപോലെ തന്നെ. ജി എ ജി ഇ, ജി എ ജി ഇ. രണ്ടും ജി എ ജി ഇ. അങ്ങനെ വായിക്കാം. സൈലന്റ് നൈറ്റ് എന്ന് പാടാം. സൈലന്റ് ഹോളി അങ്ങനെ വായിക്കാം. അപ്പൊ എങ്ങനെയാണ് അതിന് ജിയുടെ വ്യത്യാസം കൊടുത്താൽ മതി. ജി എ ജി എന്ന് വായിക്കാം, ജി എ ജി എന്ന് വായിക്കാം. അപ്പൊ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ശൈലി അത് പോവാം. അപ്പൊ നമുക്കിവിടെ ജി എ ജി ഇ, ജി എ ജി ഇ അങ്ങനെ പോകാം. അടുത്ത ഡി ഡി ബി. കാണും. ഡി ഡി ബി. അത് കഴിഞ്ഞിട്ട് സി സി ജി. കാണിച്ചു. അടുത്തത് എ എ സി ബി എ. എന്ന് പറയുന്നത് ഓപ്പൺ സ്ട്രിംഗ് എടുത്താൽ മതി. ജി എ ജി ഇ. ഇങ്ങനെ എടുക്കാം. ജി എ എന്നുള്ളത് ഓപ്പൺ സ്ട്രിംഗ് എടുക്കാം. അതൊന്ന് വായിച്ചിരിക്കാം. അതുണ്ട്, രണ്ട് പ്രാവശ്യമുണ്ട്. നെക്സ്റ്റ് സ്ലീപ്പിംഗ്. ഓക്കെ, ഡി ഡി. ഡി എന്ന് പറയുന്ന സെക്കൻഡ് സ്ട്രിംഗിലെ ഡി ഡി. എഫ് ഡി ബി, എഫ് ഡി ബി. ഇങ്ങനെയാണ് അത്. നമുക്ക് മറ്റൊരു രീതി എടുക്കാൻ വേണമെങ്കിൽ ഷിഫ്റ്റിംഗ് പൊസിഷനിൽ വെച്ചിട്ട് ഡി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ എടുക്കുക. ഡി ഡി കഴിഞ്ഞിട്ട് ഡി ഇ എഫ്. ഡി ഇത് എഫ് ആണല്ലോ, ഫോർത്ത് ഫിംഗർ വെക്കുന്ന പോലെ തന്നെ ഷിഫ്റ്റിംഗ് പൊസിഷനിൽ ഇ വെക്കുന്നു, അതിനോട് ചേർത്ത് എഫ് വെക്കുന്നു. അപ്പൊ അവിടുത്തെ നോട്ട് ഡി ഡി എഫ് ഡി ബി സി ഇ. അതെങ്ങനെയാ വായിക്കാം? കണ്ടോ? ഇല്ലാതെ അങ്ങനെ വായിക്കാൻ പ്രയാസമുള്ളവർക്ക് അങ്ങനെ വായിക്കും. പക്ഷെ വൃത്തിയായിട്ട് വായിക്കണമെങ്കിൽ കേൾക്കുമ്പോൾ സുഖം ഇതാണ്. അടുത്തതാണ് സി ജി ഇ. അടുത്തത് ജി ഇ ഡി സി. ഫോർത്ത് ഫിംഗർ, ഫോർത്ത് സ്ട്രിങ്. തേർഡ് സ്ട്രിങ് വെച്ചിട്ട് ഫോർത്ത് സ്ട്രിങ്ങിലാണ്. ഞാൻ സംഭവം എല്ലാം പറഞ്ഞു തീർന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടി അത് വായിച്ച് കേൾപ്പിക്കാം. സോറി.
മറ്റൊരു രീതിയിലും വായിക്കാം കേട്ടോ. അത്രയും റിസ്ക് എടുക്കണ്ട, അല്ലാതെ ആദ്യം വായിച്ചൊന്ന് വായിച്ചാൽ മതി. സൈലന്റ്. വീണ്ടും നമസ്കാരം എല്ലാവർക്കും. ഇത്രയും വായിച്ച് ഭംഗിയാക്കുക. ഇത് ക്രിസ്തുമസിന് അവരുടെ പള്ളികളിലേക്ക് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതിനകത്ത് പറ്റും. കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ കിട്ടത്തോളെങ്കിൽ ഇത് മാത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. എല്ലാവർക്കും നന്നായിട്ട് വായിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെയും